ഇന്ന് പരിപ്പ് പൊടി റൈസാണ് കേട്ടോ. പരിപ്പ് പൊടി സാദം എന്ന് പറയും. പരിപ്പ് പൊടി എന്ന് പറയുമ്പോൾ സാധാരണ ഇതൊക്കെ പൊടിച്ച് വെക്കും. പണ്ട് അമ്മമാരുടെ കാലത്തൊക്കെ പണ്ടത്തെ ഒരു ഇതാണിത്. ഇത് കേരളത്തിൽ മലയാളീസിൻ്റെ ഇടയിൽ കുറവായിരിക്കും, പക്ഷേ തമിഴ് സ്റ്റൈലിലാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ഒരു നേരം കറിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിച്ച് വെക്കില്ലേ, അതുപോലെ ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു നേരം കറിയില്ലെങ്കിൽ ഇത് കൂട്ടി ചോറുണ്ണാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് നെയ്യാട്ടോ നല്ലത്. എണ്ണയോ വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ടേസ്റ്റ് നെയ്യ് തന്നെയാണ്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനൊക്കെ പെട്ടെന്ന്, പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ ഇതൊന്നും ആലോചിക്കാനില്ല. ഇതങ്ങ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെ എഴുന്നേൽക്കുക, കുറച്ച് നെയ്യിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചോറിട്ട് ഇളക്കി ഈ പൊടിയിട്ട് ഇളക്കിയിട്ടങ്ങ് തന്നു വിടുക. വേറെ വേണമെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും, അല്ലെങ്കിൽ പപ്പടോ എന്തെങ്കിലും ആയാൽ കുട്ടികൾക്ക് ഇപ്പോൾ അച്ചാർ വേണമെന്നില്ല, പപ്പടം ആയാലും മതിയാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പരിപ്പ് സാദം നിന്നുണ്ടാക്കിയത്. അപ്പോൾ കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ആദ്യം വേണ്ടത് ഒരു അടി കട്ടിയുള്ള ചീഞ്ചട്ടി ആട്ടോ. അത് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെക്കുക, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് 1/4 കപ്പ് തുമരപ്പരിപ്പാട്ടോ ചേർത്തത്. നന്നായിട്ട് ഒരു 7-8 മിനിറ്റ് വരും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് ചെറുപരിപ്പാട്ടോ ചേർക്കുന്നത്. ചെറുപരിപ്പ്, അതായത് എല്ലാ പരിപ്പുകളും ഒരേ അളവിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അതും അതേപോലെ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലെങ്കിലും ആക്കി വെക്കണം. എന്നിട്ട് വേണം ഇത് കളറ് മാറുന്നത് വരെ വറുത്തെടുക്കാൻ. അതും 7-8 മിനിറ്റ് വരും. ഇനി അടുത്തത് കടലപ്പരിപ്പാണ്. അതും അതേ സെയിം അളവിൽ തന്നെയാണ്. കടലപ്പരിപ്പും കളറ് മാറി വരുന്ന സമയത്ത് അതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ 3 പരിപ്പും ഒരേ അളവിൽ തന്നെ വറുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി വറ്റൽമുളകാണ് ചേർത്തേക്കണത്. അത് എരിവിനനുസരിച്ച് കേട്ടോ. ഇതിപ്പോൾ 2-3 വറ്റൽമുളക് കൂടുതലുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലിട്ടത്. അപ്പോൾ അതും ഏകദേശം കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ വേഗം മാറ്റി വെച്ചു. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് കളർ വ്യത്യാസം വരുമ്പോൾ വേഗം മാറ്റിയത്. ഇനി അടുത്തത് ഒരു 10-15 വെളുത്തുള്ളി കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് മതിയാവും. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം. പക്ഷേ ഈ പരിപ്പൊക്കെ ആയതുകൊണ്ട് ഗ്യാസ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടി കേട്ടോ വെളുത്തുള്ളി ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇനി ഇതും അതേപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഏകദേശം കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും, നമുക്കറിയാൻ പറ്റും. പിന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് ജീരകം കേട്ടോ, ഒരു 1/4 സ്പൂണോളം ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ജീരകം അവസാനം ചേർത്താൽ മതി, കാരണം ചീഞ്ചട്ടിയിൽ ചൂടുണ്ടാവുമല്ലോ. അത് കാരണം കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം കൂടി ചൂടാറണം. ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കണം. അപ്പോൾ മുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞു. ഇനി മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ചേർത്തു. കുറച്ച് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നൈസായിട്ട് പൊടിക്കണം കേട്ടോ. വളരെ നൈസായിട്ട് വേണം പൊടിക്കാൻ. ഇനി ഇത് റൈസ് ഉണ്ടാക്കാൻ, അതായത് പരിപ്പ് സാദം ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു. കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളകൊക്കെ ചേർത്തു. കുറച്ച് കറിവേപ്പിലയും ചേർത്തു. പിന്നെ ആ പൊടി ചോറിനനുസരിച്ച് ഇട്ടു. അപ്പോൾ ഞാൻ 2 ചെറിയ സ്പൂണിലാണ് ഇട്ടത്. പിന്നെ ഒരു പിടി റൈസും കൂടി ചേർത്തു. എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ റൈസിൻ്റെ ഇതിനനുസരിച്ച് കുറച്ച് ഉപ്പ് കുറവായതാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പൊടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അടച്ച് കുപ്പിയിൽ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ 1 മാസം വരെ കേടാകാതിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. അത്യാവശ്യം ഒരു നേരം കറിയില്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ വെറുതെ ഈ പൊടിയിട്ട് കുറച്ച് നല്ല ചൂടായ നെയ്യ് ഒഴിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.